ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ടൈൽ മാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതേ, നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായി, നമ്മൾ ഫ്ലോറിംഗ് വർക്ക് ചെയ്യുമ്പോൾ സെമി ഗമ്മി ചെയ്യണോ അത് ഫുൾ ഗമ്മി ചെയ്യണോ? സെമി ഗം എന്ന് പറയുമ്പോൾ നമ്മൾ ടൈലിൻ്റെ മേലെ മാത്രം ഗം അപ്ലൈ ചെയ്താൽ മതിയോ, അത് ഫ്ലോറിലും കൂടി അപ്ലൈ ചെയ്യണോ എന്നൊരാൾ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പോൾ നമ്മൾ വലിയ ടൈൽസ് 4x2 കഴിഞ്ഞ് ഒരു 5x3 6x4 8x4 ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുൾ ഗമ്മി ചെയ്യണോ, അങ്ങനെ കുറേ സംശയങ്ങൾ വീട്ടുകാർക്കുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ സെമി ഗമ്മിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. നമ്മൾ സെമി ഗമ്മിൽ ഞാനിപ്പോൾ 10 കൊല്ലമായിട്ട് ചെയ്ത വീട് വരെ നിങ്ങൾക്ക് കാണിച്ചു തരാം. 6x4 8x4 5x3 ഒക്കെ ഞാൻ ഇഷ്ടം പോലെ സൈറ്റിൽ ഞാൻ സെമി ഗമ്മി ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഒരു പ്രശ്നമില്ല. ഇപ്പം ഞാൻ ചെയ്യുന്ന സൈറ്റിലും അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീട് കണ്ടോ, എൻ്റെ വീട്ടിലെ ഫ്ലോറിങ്ങിൽ നമ്മളിത് സെമി ഗമ്മി തന്നെ ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ സെമി ഗമ്മി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ സെമി ഗമ്മി ചെയ്യുമ്പോൾ നമ്മൾ അടിയിലിടുന്ന മെറ്റീരിയൽ, അതായത് പൂഴിയാണോ സാൻഡാണോ എന്തായാലും തടിച്ചത് ചെയ്യുക. ഒരിക്കലും തേപ്പിൻ്റെ പൂഴി ബാക്കി വന്നെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ചെയ്ത് അവിടെയാണ് നമുക്ക് പ്രശ്നം സംഭവിക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പൂഴിയിലാണ് ചെയ്യുന്നതെങ്കിൽ സിമെൻറ്റ് കുറവ് മതി. അതെന്താണെന്ന് വെച്ചാൽ പൂഴി നന്നായിട്ട് മിക്സാവും സിമെൻറ്റ്. സാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ച് സിമെൻറ്റ് അധികം ഇടണം. ഇപ്പം നമ്മൾ 30 ചട്ടിക്ക്, പൂഴിയിലാണെങ്കിൽ ഒരു 30 ചട്ടിക്കാണ് ഒരാൾക്ക് സിമെൻറ്റ് ഇടുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എംസാനിൽ ചെയ്യുന്നെങ്കിൽ 25 ചട്ടിക്ക് ഒരാൾക്ക് സിമെൻറ്റ് ഇട്ടിട്ട് ചെയ്യണം. അതും പൂഴിയിലെ ചെയ്യുന്നെങ്കിൽ 2-3 വട്ടം മിക്സ് ചെയ്താൽ മതി. 2 വട്ടം നോർമൽ മിക്സിങ്ങും 1 വട്ടം വെള്ളം നനയ്ക്കാനുള്ള മിക്സിങ്ങും. സാൻഡ് ചെയ്യുമ്പോൾ ഒരു 4 പ്രാവശ്യം തന്നെ മിക്സ് ചെയ്യണം. എന്നാലാണ് സിമെൻറ്റ് നല്ലോണം മിക്സ് ആവും. ഈ സിമെൻറ്റ് മിക്സ് ആവാത്തതുകൊണ്ടും അതുപോലെ അടിയിലിടുന്ന ബെഡ് സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ് ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ പലരുടെയും സംശയം ഇതാണ്. അതാണ് ഈ ഫുൾ ഗമ്മി ചെയ്യുമ്പോൾ എന്താ, നമ്മൾ തേപ്പിന് വെള്ളം നനയ്ക്കുന്ന പോലെ നനച്ചിട്ട് നല്ലോണം ചെയ്തിട്ടായി, അതുകൊണ്ടാണ് അത് ശരിക്കും സെറ്റായതിന് ശേഷം നമ്മൾ ഗം അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അധികം സൗണ്ടും കാര്യങ്ങളൊക്കെ വരാത്തത്. അപ്പോൾ നമ്മൾ സെമി ഗമ്മി ചെയ്യുന്ന സമയത്തും അതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നവും വരില്ല. നമ്മൾ ഫ്ലോറ് നല്ലോണം ബെഡ് അടിച്ച് ടൈറ്റാക്കി ഒരു 2-3 വട്ടം മുഴക്കോൽ വലിച്ചതിന് ശേഷം മാത്രം ഗ്രൗട്ട് ഒഴിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് കോസ്റ്റ് കുറച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യും. ഇപ്പോൾ അധികം പൈസ ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ അറിയാം, നമുക്കറിയാം ഒരു ബാത്റൂം ചെയ്യുമ്പോൾ ആ ബാത്റൂമിൻ്റെ ടൈലിൻ്റെ അത്രയും തന്നെ പൈസ ഗമ്മിന് വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു വീട് മൊത്തം ചെയ്യുമ്പോൾ ഗമ്മിൻ്റെ കോസ്റ്റ് ഭയങ്കരമാവുക ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു 10 കൊല്ലമായിട്ട് ഞാൻ ചെയ്ത വീട് വരെ ഒരു പ്രശ്നമില്ലാത്ത വീടുകളുണ്ട്. വലിയ ടൈൽസ് 8x4 ടൈൽസ് എല്ലാം ഞാൻ സെമി ഗമ്മി ചെയ്ത് ഒരു കുഴപ്പമില്ലാത്ത സൈറ്റ് ഇഷ്ടം പോലെയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിയിലിടുന്ന ബെഡ് അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടാണ് ചെയ്യുക. അപ്പോൾ ഒരു കംപ്ലയിൻറ്റ് വരില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗമ്മ് ചെയ്യാണ്ട് ചെയ്ത സൈറ്റ് പോലും ഇപ്പോൾ ഒരു 10-12 വർഷം മുമ്പ് അല്ലെങ്കിൽ 15 വർഷം മുമ്പ് ഗമ്മ് ഉപയോഗിക്കാണ്ട് ചെയ്ത സൈറ്റ് പോലും ഒരു കംപ്ലയിൻറ്റും ഇല്ലാത്ത സൈറ്റ് ഇന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീടായിക്കോട്ടെ, ഞാൻ സെമി ഗമ്മില്ല. പിന്നെ സെമി ഗമ്മി ചെയ്യുമ്പോൾ നമുക്കൊരു ഗുണമുണ്ട്. ഈ ചിലർക്ക് ഈ അപ്പോക്സി ഇല്ലാണ്ട് ജോയിൻറ്റ് ഫ്രീ ആയിട്ട് ചെയ്യേണ്ട ആൾക്കാരുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫുൾ ഗമ്മി ചെയ്യുന്നതിനേക്കാളും സെമി ഗമ്മി ചെയ്യുകയാണെങ്കിൽ നല്ല ജോയിൻറ്റ് ഫ്രീ, കറക്റ്റ് ബെൻഡൊന്നും ഇല്ലാണ്ട് നമുക്ക് അത്രയ്ക്ക് നീറ്റ് ചെയ്യാൻ പറ്റും. ഒരു ബെൻഡ് പോലും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫുൾ ഗമ്മി ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ഇപ്പോൾ വീഡിയോസ് കാണുന്ന നിങ്ങൾ നോക്കുകയേ വേണ്ട, വീഡിയോസിൽ ആ മൈന്യൂട്ട് ബെൻഡൊന്നും കാണിക്കാനേ പറ്റില്ല. പക്ഷേങ്കിൽ നമ്മൾ ഗമ്മി ചെയ്യുന്നതിനേക്കാളും സെമി ഗമ്മി ചെയ്യുകയാണെങ്കിൽ നമുക്ക് പേപ്പർ ജോയിൻറ്റ്, അതായത് ഒരു ബെൻഡ് പോലും ഇല്ലാണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ്, അതുപോലെ ഇതുപോലെയുള്ള എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഞാനതിന് കറക്റ്റായിട്ടുള്ള ആൻസർ തരും. കാരണം ഞാനിപ്പോൾ ടൈൽസിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് ഒരു 15 കൊല്ലത്തിന് മേലെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് അറിയാവുന്ന വിധത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ.